നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഉറുഗ്വായും ബ്രസീലും തമ്മിലുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഉറുഗ്വായ് വിജയിച്ചെങ്കിലും താരങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടരുകയാണ്. കളിയിലുടനീളം 41 ഫൗളുകൾ, ഒരുപാട് തവണ താരങ്ങൾ തമ്മിൽ അത്ര സുഖകരമല്ലാത്ത അന്തരീക്ഷമുണ്ടായി. ഈവൻ പെനാൽറ്റി ഷൂട്ടൗട്ടിന് തൊട്ട് മുമ്പ് പോലും രണ്ട് ടീമുകളും തമ്മിൽ കോർക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ കളി കഴിഞ്ഞിട്ടും അത് തുടരുകയാണ്. ലൂയിസ് സുവാരസ് ഉറുഗ്വായുടെ ഇതിഹാസമാണ്, അവരുടെ ടീമിലുണ്ട്. പക്ഷേ ഇപ്പോൾ കളിക്കാൻ ഇറക്കാറില്ല. അൺയൂസ്ഡ് സബ്ബായിട്ട് ഇന്നലെയും അദ്ദേഹം ബെഞ്ചിലുണ്ടായിരുന്നു. കളി കഴിഞ്ഞിട്ട് പക്ഷേ അദ്ദേഹം രംഗത്തേക്ക് വന്ന് ബ്രസീലിയൻ താരം ആൻഡ്രിയസ് പെരേരയ്ക്കെതിരെ ശക്തമായ ഭാഷയിൽ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. ഉറുഗ്വായെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബഹുമാനമൊക്കെ ആവാം, ബ്രസീലുകാരോടാണ് അദ്ദേഹം പറയുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ആൻഡ്രിയസ് പെരേര കളിക്ക് മുമ്പ് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിരുന്നു, ഉറുഗ്വായി ഞങ്ങളിപ്പോൾ ഉള്ളൊരു ടീം കിട്ടിയെങ്കിൽ എന്ന് സ്വപ്നം കാണുന്നുണ്ടാവും, ഞങ്ങളുടെ താരങ്ങൾ അത്ര മികച്ചവരാണെന്ന തരത്തിൽ അദ്ദേഹം സംസാരിച്ചിരുന്നു. അതിനോടാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ലൂയിസ് സുവാരസ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. ESPN FC ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. ESPN FC എന്ന് മാത്രമല്ല, മിക്ക മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സുവാരസ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഉറുഗ്വായെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ കുറച്ച് ബഹുമാനമൊക്കെ ആവാം, ഞങ്ങളുടെ ഹിസ്റ്ററി അതാണ്. ഇപ്പം ബ്രസീലിയൻ ടീമിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ട താരങ്ങൾ, അതായത് ഞങ്ങൾ അത്തരം താരങ്ങളെ സ്വപ്നം കാണുന്നു എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ആളാരാണ്? ആൻഡ്രിയസ് പെരേരയുടെ പേര് പറയാതെ പറയുകയാണ്. ഈ പറഞ്ഞ ആളാരാണ്? അയാൾ അരസ്കെറ്റയുടെ സബ്ബായിരുന്നില്ലേ, ബ്രസീലിയൻ ഫുട്ബോളിലെ ബെസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലൂയിസ് സുവാരസ് തിരിച്ചടിച്ചിരിക്കുന്നത്. അതായത് ഫ്ലെമിംഗോയിൽ ആൻഡ്രിയസ് പെരേര കളിച്ചിരുന്ന കാലത്ത് ജോർജിയൻ ഡി അരസ്കേറ്റയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു, പകരക്കാരനായിട്ട് ഇറങ്ങാനുള്ള ആളായിരുന്നു ആൻഡ്രിയസ് പെരേര. എന്നിട്ടാണ് ഞങ്ങളുടെ ടീമിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് എന്നതാണ് ഇപ്പോൾ സുവാരസിന്റെ മറുപടി. എന്തായാലും ഉറുഗ്വായെ കുറിച്ച് സംസാരിക്കുമ്പോൾ ബ്രസീലുകാർക്ക് കുറച്ച് ബഹുമാനമൊക്കെ ആവാം എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പ്രശ്നം അവിടെ തീരുന്നില്ല, ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ആയിട്ട് താരങ്ങൾ തന്നെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.